വരുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ ആലപ്പുഴ ജില്ലയിലെ 65 സീറ്റുകളിൽ ഫോർവേഡ് ബ്ലോക്ക് സ്ഥാനാർത്ഥികളെ നിർത്തി മത്സരിപ്പിക്കുമെന്ന് ഫോർവേഡ് ബ്ലോക്ക് ജില്ലാ സെക്രട്ടറി കളത്തിൽ വിജയൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. UDF-നും BJP-ക്കുമെതിരെ ഇടത് മതേതര ശക്തികളുമായി ചേർന്നാണ് ഫോർവേഡ് ബ്ലോക്ക് മത്സരിക്കുകയെന്നും അദ്ദേഹം പറഞ്ഞു. ജില്ലയിലെ വിവിധ മണ്ഡലങ്ങളിലുള്ള കമ്മിറ്റികളുടെ അഭിപ്രായങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ട് പരമാവധി ഇപ്പോൾ മത്സരിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് 65 സ്ഥലങ്ങളിലാണ്. ആ സ്ഥലങ്ങളിൽ സ്ഥാനാർത്ഥികളുടെ മത്സരിക്കുന്ന പാർട്ടി സ്ഥാനാർത്ഥി ചിത്രവും രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. 65 വാർഡുകൾ, അതിൽ പഞ്ചായത്ത് വരുന്നുണ്ട്, ബ്ലോക്ക് പഞ്ചായത്ത് വരുന്നുണ്ട്, ജില്ലാ പഞ്ചായത്തുണ്ട്. അപ്പോൾ അതിൻ്റെ പാർട്ടി തലത്തിലുള്ളൊരു പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഔപചാരികമായ തീരുമാനം പാർട്ടി ജില്ലാ കമ്മിറ്റി 27-ാം തീയതി എടുത്തിട്ടുണ്ട്. ആ തീരുമാനം എന്ന് പറയുന്നത് ഇടതുപക്ഷ മുന്നണിയുമായി സഹകരിക്കുമ്പോൾ തന്നെ പാർട്ടിക്ക് മത്സരിക്കേണ്ടതായി വരുന്ന 65 സ്ഥലങ്ങളിൽ മത്സരിക്കണം എന്നുള്ളതാണ്. പ്രത്യേകിച്ചും നേതാജിയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ടുള്ള ദുരൂഹതകളും അതുമായി ബന്ധപ്പെട്ടുള്ള ചില വാർത്തകളും ജനങ്ങൾ ചർച്ച ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ പാർട്ടി ജനങ്ങളിലേക്ക് ഇറങ്ങി വരുവാൻ കിട്ടിയൊരു അവസരം എന്നുള്ള നിലയിലാണ് ഈ തെരഞ്ഞെടുപ്പിനെ ഞങ്ങൾ നോക്കിക്കാണുന്നത്. ജോലിയിൽ നിന്നും വിരമിച്ചവർ, അധ്യാപകർ, ജീവകാരുണ്യ പ്രവർത്തകർ, മനുഷ്യാവകാശ പ്രവർത്തകർ അങ്ങനെ ജനങ്ങളുമായി ദൈനംദിന സമ്പർക്കമുള്ളവരെയാണ് ഫോർവേഡ് ബ്ലോക്ക് സ്ഥാനാർത്ഥികളായി നിർത്തുക. വാർത്താസമ്മേളനത്തിൽ ഫോർവേഡ് ബ്ലോക്ക് ജില്ലാ കമ്മിറ്റി അംഗം വിശ്വരൂപനും പങ്കെടുത്തു.